അപ്പോൾ അതൊക്കെ നമുക്കറിയാം. നിങ്ങൾ ഒന്ന് അന്വേഷിക്കുന്നതും അവരുമായിട്ട് ബന്ധപ്പെടുന്ന എപ്പോഴും നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നിർബന്ധിച്ച് ചോദിക്കില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ പറയുന്നു, നമുക്ക് താല്പര്യം നമ്മൾ കൊടുത്ത് സഹായിക്കുക. നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തിപ്പെട്ട അവിടെ പോയി സഹായിക്കാൻ വയ്യ, അവരതിനു വേണ്ടി ഓടി നടക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കണം. ഇപ്പോൾ പുത്തനത്താണിയിൽ പിന്നെ CM ചാരിറ്റി സെല്ലിൻ്റെ ഒരു പള്ളി അതിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ജാരിയായ സ്വതക്കയിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവനുള്ള 3 കാര്യങ്ങൾ, അവശേഷിക്കുന്ന 3 കാര്യങ്ങൾ, ഒന്ന് ജാരിയായ സ്വതക്കയും നാഫിയ ഇൽമും സ്വാലിഹീങ്ങളായ മക്കളുമാണ്. ഇത് 3ഉം നേടിക്കൊടുക്കാനുള്ള ഒരവസ്ഥാവിശേഷമാണ് ചാരിറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മക്കളെ സ്വാലിഹാകണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാനും നിങ്ങളുടെ ദുആ ചെയ്യാനും മറക്കാൻ നന്ദിയുള്ളൊരു മോനായി മാറുള്ളൂ. അപ്പോൾ സ്വാലിഹായ മകൻ ആഖിറത്തിൽ ചെന്നാലും അവൻ നരകത്തേക്ക് പോകേണ്ടി വന്നാൽ അവൻ വാപ്പയും ഉമ്മയും കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങോട്ട് ശ്രമിക്കും. കാരണം ഇവരാണ് എന്നെ മോശമാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയാണ്. ജാരിയായ സ്വതക്ക പള്ളിക്കൊരു 5 സെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ 1 സെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു തെങ്ങ് കൊടുത്തു, അല്ലെങ്കിൽ മദ്രസക്ക് പിന്നെ പള്ളിയിൽ മൈക്ക് വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു. അതിൻ്റെ ഉപയോഗം നടക്കുന്ന കാലത്തോളം അവൻ ജീവിച്ചിരിക്കട്ടെ മരിക്കട്ടെ, അവൻ്റെ പ്രതിഫലം അല്ലാഹു അവൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക. നാഫിയായ ഇൽമ, അതെല്ലാം നമുക്ക് ആവശ്യം. ഉപകാരപ്രദമായ ഇൽമ കുറേ പഠിച്ചു. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ എന്തെല്ലാം പഠിച്ചു, ആ വിജ്ഞാനത്തിൽ നമുക്ക് എന്തെല്ലാം ഉപകാരം കിട്ടി, നമ്മൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. മദ്രസ നമ്മൾ പഠിച്ചു അല്ലേ, വാപ്പാനനുസരിക്കാൻ, ഉമ്മാനനുസരിക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ, മുത്തുനബിയെ പ്രണയിക്കാൻ. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ വന്നു. അപ്പം നാഫിയായ ഇൽമെന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിൽ ഖബറിൽ നമുക്ക് എളുപ്പമാകും. തബാറക സൂറത്ത് ദിവസം ഓതിക്കോ, ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല. സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചോ, ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അമലുകളെല്ലാം നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് നമുക്ക് ഈ ലോകത്തും നഫആണ്, ഉപകാരമാണ്, പരലോകത്തും ഉപകാരമാണ്. അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ച് അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ച് ആര് പ്രവർത്തിച്ചാലും അത് വൃഥ ഒരിക്കലും ചുമ്മാതയാകുകയില്ല. പ്രത്യേകിച്ച് CM വലിയുള്ള എന്ന മഹാൻ്റെ പേരിലാകുമ്പോൾ അവരുടെ ഒരു തർബീയത്തും അവരുടെ ദുആയും അതിൽ കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പള്ളിക്ക് സഹായിച്ച ആളുകളൊക്കെ അള്ളാഹുവെ നല്ലൊരു പള്ളി അവിടെ വരട്ടെ. ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. എല്ലാ മാസവും ബദരിയത്തും സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ നടക്കും. ഈ തന്നവർക്കൊക്കെ ഭയങ്കര ദുആണ്. ഒരുപാട് ആലിമ്യങ്ങൾ, ഒരുപാട് സാധുക്കളോട് ദുആ ചെയ്യാറുണ്ട്. ഒരു ബദരീങ്ങളുടെ എല്ലാ മാസവും ബദരിയത്തുണ്ടാവും, ബദർ മൗലിദ് ഉണ്ടാവും. പിന്നെ ഇതിനെ ഞാനും ഒരിക്കൽ പങ്കെടുക്കാൻ പറ്റി. റമദാനുമൊക്കെ കഴിയുന്ന അത്ര ആളുകൾ അവിടെ വരികയും ഭക്ഷണവും എന്ന് വേണ്ട എല്ലാവിധ സഹായങ്ങളും അവിടെ അവർക്ക് വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാകുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ സമ്പത്ത് അതിലേക്ക് നമ്മൾ കഴിയുന്നത് പോലെ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഫലവത്തായി മാറുകയാണ്. ഒന്നും നമുക്ക് പാഴായി പോകുന്നില്ല. അതുകൊണ്ട് മഹത്തുക്കളായ മഹാന്മാരുടെ അംഗീകാരത്തോടെ ആശംസയോടെ പ്രവർത്തിക്കുമ്പോൾ അതിന് വലിയ ഫലമുണ്ടാകും. അത്തരുണത്തിൽ നിങ്ങളെല്ലാവരും എല്ലാവിധ സഹകരണങ്ങളും ചെയ്ത് നിങ്ങളുടെ അറിവിൽ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉപയോഗത്തിൽ കിട്ടാത്ത സ്ഥലമുണ്ട്, അതല്ലെങ്കിൽ പിന്നെ മദ്രസയിൽ പാഠപുസ്തകം മേടിക്കാനുള്ള വകയില്ല. ഇപ്പോൾ ഞങ്ങൾ മുണ്ടക്കയത്ത് ചെന്നാപ്പാറ എന്നൊരു എസ്റ്റേറ്റാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാളെയാണ് ഇപ്പോൾ ഈ വർഷം പുതിയ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് ആലിമായിട്ട്. അപ്പോൾ അവിടുത്തെ കഷ്ടപ്പാട് നമ്മൾ പറഞ്ഞു, രാവിലെ വെട്ടാൻ പോവാണ്, ഭാര്യയും ഭർത്താവും പോവാണ്. ഒരുപാട് ആളുകളുണ്ടെന്ന്. എല്ലാവരും ഇപ്പം ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോയവരും അല്ല ഒഴിഞ്ഞു പോയവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹല്ലുകളിലെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമ്പോൾ അതും നിഷ്കളങ്കരായ, രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു, അവർക്ക് വേറൊന്നും പ്രവർത്തിക്കാനോ കുശുമ്പ് പറയാനോ കുന്നായ്മ പറയാനോ ഏഷണി പറയാനോ ഒന്നും അവർക്ക് സമയമില്ല. അങ്ങനെ ജീവിക്കുന്ന നല്ല പച്ച മനുഷ്യരായ ആളുകൾ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളാകുമ്പോൾ അവർക്കൊരു സഹായം എത്തിക്കുമ്പോൾ അത് നമുക്ക് വലിയ പ്രതിഫലമാണ്. അത്തരുണത്തിൽ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുകയും വേണ്ട എല്ലാവിധ മനസ്സാ വാച കർമ്മണ ഒത്താശകൾ ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഹയ്യസുന്നയിൽ ഈ വർഷവും നമുക്ക് ഉദഹിയത്തിന്
പിന്നെ അസീസ് മഹദരി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അള്ളാ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ആലിമീങ്ങളും കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് 2 ഉലഹിയത്തുള്ള വഴിയാക്കിയിട്ടുണ്ട്. അസീസ് മഹദരി കൂടെ 3 ഉലഹിയത്താവും. ആ 3 ഉലഹിയത്തായ തന്നെ 1 കിലോ വീതം നമുക്ക് കൊടുക്കാൻ പറ്റും, ഏറ്റവും ചുരുങ്ങിയത്. അതാണ് അവസ്ഥ. കാരണം അവിടെ പല മഹല്ലുകളിലേക്കും തൊട്ടടുത്ത എത്താത്ത മഹല്ലുകളിലേക്കും നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊക്കെ വളരെ ലാവിഷായി ജീവിക്കുമ്പോൾ, നമുക്കിടയിലുള്ള ആളുകളെ നമ്മൾ സൈഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൽ ബർക്കത്തും ഐശ്വര്യവും നമുക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ. അതാണ് സ്വതക്കയുടെയും ഹദിയയുടെയും സക്കാത്തിൻ്റെയും ഒക്കെ തന്ത്രം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഹിക്മത്ത്. അപ്പോൾ എല്ലാവരെയും ഉള്ള മുതലാളിമാരാക്കിയിട്ടില്ല, എല്ലാവരെയും തൊഴിലാളികളായിട്ടില്ല. തൊഴിലാളിയുണ്ട്, മുതലാളിയുണ്ട്, സാധാരണക്കാരുണ്ട്. ഇവരെയൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ പദ്ധതിയാണ് ഇസ്ലാം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതതിൻ്റെ മുറ പോലെ നമ്മൾ നടത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയും. ഒരു നാട്ടിലെ ആളുകൾ നല്ലവരാണെങ്കിൽ വഅഹ്ലുഹാ മുസ്ലിഹൂൻ, വിശുദ്ധ ഖുർആൻ പറയാ, ആ നാട്ടിൽ അല്ലാഹു അദാബ് ഇറക്കൂല. ഇടിവെട്ടേറ്റ് ഒരാൾ മരിക്കേണ്ടി വരില്ല, വൈദ്യാഘാതമേറ്റ് മരിക്കേണ്ടി വരില്ല, വെള്ളപ്പൊക്കത്തിൽ പോകൂല, വർഗീയ ലഹള ഉണ്ടാകൂല. ആ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ആരായിരിക്കണം? മുസ്ലിഹീങ്ങളായിരിക്കണം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. അത്തരണത്തിൽ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.